ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അഡാർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ വെർമസെല്ലിയാണ് കേട്ടോ ആദ്യം ഇതിലേക്ക് വേണ്ടത്. അതായത് നമ്മൾ ഇപ്പോൾ കടയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ചെറിയ ഒരു നേരിയ ടൈപ്പുള്ള വെർമസെല്ലി ഉണ്ടല്ലോ, അതാണ് ഈ പുഡിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതൊരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാൽപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് മിൽമയുടെ നെയ്യാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കണതാട്ടാ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും. അതൊക്കെ കൈകൊണ്ടൊന്ന് ഉടച്ച് നല്ല രീതിയിൽ പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ വെർമസെല്ലി റോസ്റ്റ് ചെയ്ത വെർമസെല്ലി ആണ് എടുത്തിട്ടുള്ളത്. ഇനി റോസ്റ്റ് ചെയ്യാത്ത വെർമസെല്ലി ആണെങ്കിലും റോസ്റ്റ് ചെയ്ത വെർമസെല്ലി ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തതാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നേരെ മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നല്ല ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഇതുപോലത്തെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാര ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സേമിയത്തിൽ ചേർത്ത, അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. പിന്നെ നമ്മളിതാ കുറച്ച് ഒരു ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡും കോൺഫ്ലോറും ഇല്ലേ, അതിലേക്ക് ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഈ കസ്റ്റേർഡ് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, കോൺഫ്ലോറും കസ്റ്റേർഡൊക്കെ അല്ലേ പെട്ടെന്ന് അടി പിടിക്കാനും കട്ടയൊക്കെ കെട്ടി ആകെ ഫ്ലോപ്പ് ആവാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മിൽക്ക് മേഡും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർത്തതാണ്, മിൽക്ക് മേഡ് ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാരൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കസ്റ്റേർഡ് ഏകദേശം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ ഈ സേമിയത്തിൻ്റെ മുകളിലേക്ക് സെറ്റാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഈ കസ്റ്റേർഡ് മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഏകദേശം പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ പരിപാടി ഉണ്ട്. അപ്പോഴേക്ക് ആ പുഡിങ് ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇത് ഇനി ഞാൻ ചെയ്യാൻ പോണത് ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധമില്ല ചെയ്യണമെന്ന്. നമ്മുടെ പുഡിങ്ങിന് ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കയ്യിൽ ഈ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രഷ് ക്രീം എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നല്ല ലൂസായിട്ടുണ്ടാവും, ചില സമയത്ത് കുറച്ച് കട്ടയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഒരിച്ചിരി കട്ടയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റേത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ച്. എന്ന് വിചാരിച്ച് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണ്ട, കാരണം നമ്മളെ പുഡിങ്ങിൽ ഓൾറെഡി മധുരങ്ങളൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചതാണ്. എന്നിട്ട് ഈ മിക്സ്ചർ എന്ത് ചെയ്യുക, നമ്മുടെ സെറ്റായ നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ തന്നെ നമ്മുടെ പുഡിങ് അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നട്ട്സ് എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പുഡിങ് ഒന്ന് സെർവ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു 6
മണിക്കൂറെങ്കിലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ തണുപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിയിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.